അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ റേഷൻ പുഴുങ്ങല്ലരിയും ചെറിയുള്ളി വെച്ചിട്ട് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എളുപ്പത്തിൽ രാവിലെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. കറിയൊന്നും വേണ്ട കേട്ടോ ഇത് കഴിക്കാനും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ഞാൻ എടുത്ത കപ്പിന് ഒരു കപ്പും പിന്നെ ഒരു അര കപ്പും കൂടി നമ്മൾ തലേ ദിവസം കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത്. കണ്ടല്ലോ, കുതിർന്ന് വന്നപ്പോൾ നല്ല പച്ചരിയുടെ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ വെള്ളാണ്ട് കഴുകി ഇതൊന്ന് വാർത്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ തലേ ദിവസം ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, വെള്ളമൊക്കെ വാർന്ന് വന്ന് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഒരു വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത ബൗളിന് ഒരു അര ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരി ഈ ബൗളിന് 1.5 ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കപ്പിന് എടുക്കുകയാണെന്ന് വെച്ചാൽ 3 കപ്പ്. അപ്പോൾ അതാ ഞാനിതിലേക്ക് ഒരു പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇതൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക. റേഷൻ പുഴുങ്ങലരിയൊക്കെ കിട്ടുമ്പോൾ ഇനി ആരും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. മട്ടരി കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുക. ഇനി റേഷൻ അരി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ ചോറ് വെക്കുന്ന പുഴുങ്ങലരി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. തലേ ദിവസം വെള്ളത്തിലിടുമ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുതിരാനിട്ടാൽ മതി. അപ്പോൾ അത് കുതിർന്നോളും. ഇതാകുമ്പോൾ അങ്ങനെ കുതിർന്ന് നമ്മൾ മിക്സിയുടെ കേടാവൊന്നുമില്ല. ഇത് നമ്മൾ റേഷൻ പച്ചരിയുടെ ഒക്കെ പോലെ തന്നെയാണ് നമ്മൾ റേഷൻ വെള്ളരി കേട്ടോ. അതേപോലെ മട്ടരിയും നമുക്ക് കുഴപ്പമൊന്നുമില്ല, പച്ചവെള്ളം തന്നെ ഒഴിച്ചു വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് കോരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗത്തോടെ നമ്മൾ പൊടിക്കണ മിക്സിയുടെ ജാറുണ്ടല്ലോ അതെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 ഭാഗത്തോടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടും. കണ്ടല്ലോ, ഇതാ നമ്മുടെ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഇതുപോലെയാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. കണ്ടല്ലോ, നല്ല അടിപൊളി പൊടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കളറുമാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ എന്താണ്, നമ്മൾ ചോറ് വെക്കണ അരിയാണ് അതായത് റേഷൻ അരി അല്ലാണ്ട് നമ്മൾ ചോറ് വെക്കണ അരിയാണെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ക്യാരറ്റ് ചേർത്തോണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3/4 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യാവുമ്പോൾ നല്ലൊരു രുചി മണമൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ മൂപ്പിച്ചെടുക്കുന്ന തരത്തിൽ അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഈ എണ്ണയിൽ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റിന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് മൂക്കാറാവുമ്പോൾ, മൂത്ത് വരരുത്, മൂക്കണേന് കുറച്ച് മുന്നേ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. കാരണം ഇത് രണ്ടും കൂടി ഒരുപോലെ മൂത്ത് നല്ല മൊരിഞ്ഞ് വരാനാണ്. ഇപ്പോൾ അതാ കണ്ടല്ലോ, നല്ലോണം മൂത്ത് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ചൂടോടുക്കനെ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതാ ചൂടാറട്ടെ, ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുള്ളി ചേർത്ത് മൂപ്പിച്ചിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മൊത്തത്തിൽ നമ്മൾ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മൾ വഴറ്റിയെടുത്തപ്പോൾ നെയ്യൊന്നും ഇല്ല, നെയ്യൊക്കെ നമ്മുടെ ഉള്ളിയിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഈ പൊടിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. കൈ കൊണ്ട് വേണമെങ്കിലും മിക്സാക്കി എടുക്കുക. നമ്മൾ ചൂടാറിയിട്ട് ഇട്ടുകൊണ്ട് നമുക്കിത് കട്ടയൊന്നും കെട്ടൂല, എല്ലാ ഭാഗത്തും ആയി കിട്ടും. അതിനാണ് നമ്മൾ ചൂടാറാൻ വേണം എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാനിതാ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് മധുരം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ചെറിയൊരു മധുരത്തോടെ നമുക്കിത് കഴിക്കാൻ. അപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 3 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
നമ്മൾ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാൽപ്പൊടി 4-5 ടേബിൾ സ്പൂൺ വരെ ആവാട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ടിട്ട് നമ്മൾ ഓരോന്ന് ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പാൽപ്പൊടി ഇട്ടതിന് ശേഷമാണ് ഇനി നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ പാൽപ്പൊടി തേങ്ങയിലൊക്കെ കട്ട പിടിച്ചിട്ട് പാൽപ്പൊടി എല്ലാ ഭാഗത്തും പൊടിയിൽ ആയി കിട്ടൂല. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു 1.5 പിടിയോളം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നിങ്ങളെ കയ്യിൽ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക കൈ വെച്ചിട്ട്. നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടുപൊടിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇനി ഞാൻ ഇത് നമ്മൾ ചിരട്ടപ്പുട്ടിൻ്റെ അച്ചിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് പുട്ടും കുറ്റിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിരട്ടപ്പുട്ടിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ചിരട്ടപ്പുട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയ്ക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ കഴിക്കാനാകുമ്പോൾ തേങ്ങയൊക്കെ കൂടുതലാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയാണ്. നിങ്ങളിതുപോലെ ഒന്ന് പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപുട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറഞ്ഞ ചേരുവയും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാം. റേഷൻ പുഴുങ്ങലരി ഒന്നും ഇനി ആരും കളയൂല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് 2 ഉണ്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തത് നിറച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് വെച്ചെടുക്കാം. നമുക്ക് ഗ്യാസ് ഒന്നും ലാഭിക്കാൻ 2 ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതാ രണ്ടാമത്തത് ഞാൻ ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടിന് ആവി കയറ്റിന് അത്രയും കയറ്റിയെടുത്താൽ മതി കേട്ടോ. വേഗത്തിൽ ഇത് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അടുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെക്കുമ്പോൾ ഒരു കളറും വെന്ത് കഴിയുമ്പോൾ നല്ലൊരു കളറുമാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ഭംഗിയുള്ള കളറാണ്. കാണാനും ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ചേർത്തിട്ടല്ലേ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ആ ക്യാരറ്റിൻ്റെയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഉള്ളിയൊക്കെ നെയ്യിൽ മൂപ്പിച്ചിട്ടതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അതേപോലെ പാൽപ്പൊടിയുടെയും ഒക്കെ ടേസ്റ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. നമ്മൾ എന്നും ഒരുപോലെയൊക്കെ പുട്ടുണ്ടാക്കി മടുത്തെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളും ഇഷ്ടത്തോടെ കഴിച്ചോളും. നമുക്കും നല്ല സ്വാദോടു കൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ പുട്ട് 2 ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കഴിക്കാൻ പഞ്ഞി പോലെയാണ് നമ്മുടെ പുട്ടിരിക്കുന്നത്. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റേഷൻ പുഴുങ്ങലരി ഇല്ലയെന്ന് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ സാധാ ചോറിന് വെക്കുന്ന പുഴുങ്ങലരി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.